സമാനമായ കേസുകളാണ് വീണ്ടും പുറത്തു വരുന്നത്. രാഹുൽ മാക്കൂട്ടത്തിനെതിരായി മൂന്നാമത്തെ വെളിപ്പെടുത്തലാണ് അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള കേസുകളാണ് വരുന്നത്. വളരെയേറെ ഗൗരവതരമായ രീതിയിലാണ് മൂന്നാമത്തെ കേസ് വരുമ്പോഴേക്കുള്ള ചിത്രീകരണം. അപ്പോൾ അതിൽ ആദ്യത്തെ പോലെ തന്നെ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള പീഡനത്തെ പറ്റിയാണ്, പീഡനം ഉൾപ്പെടെയാണ് പറഞ്ഞിട്ടുള്ളത്. ഭ്രൂണം നശിപ്പിക്കാതെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് രാഹുൽ മാക്കൂട്ടം കാണുന്നു. DNA പരിശോധനയിൽ വളരെ വ്യക്തമായിട്ടും ശാസ്ത്രം കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് അത്. ജീർണമായ കാര്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് അതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാവാൻ, MLA ആവാൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റ് ഇതൊക്കെയാണെന്നാണ് ജനം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വളരെ വളരെ ജീർണമായ ഒരു അവസ്ഥ അഭിമുഖീകരിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഇതെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമായ നിലപാട് അദ്ദേഹം തന്നെ സ്വീകരിക്കട്ടെ. ഇനിയിപ്പം കോൺഗ്രസ് സ്വീകരിക്കട്ടെ എന്ന് പറയുന്ന വലിയ കാര്യമില്ല. കാരണം പറയാനില്ല, അത് പറയാൻ വേണ്ടി മാത്രമേ പറയൂ. പുറത്താക്കിയത് എപ്പോഴാണെന്ന് മനസ്സിലാവണം. ഇതെല്ലാം നടന്ന കാലത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ MLA എന്ന ഇതിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടന്നത്. അപ്പോൾ ഞാനതേ എനിക്കിപ്പോൾ ആവർത്തിച്ച് പറയാനുള്ളത് അതാണ്. ഈ ജീർണമായ സാഹചര്യത്തിൽ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് പ്രൊമോഷൻ അടിസ്ഥാനമായിട്ട് അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് പറയുന്നത്. അയോഗ്യനാക്കാനുള്ള സാഹചര്യം പരിശോധിക്കുന്നു എന്നാണ് സ്പീക്കർ പറയുന്നത്. CPM അങ്ങനെ ഒരു ആവശ്യം നിയമപരമായിട്ട് പരിശോധിച്ചോട്ടെ. ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയല്ലേ, ജനങ്ങൾ കാണട്ടെ, മനസ്സിലാക്കട്ടെ. ഇതിനിപ്പം മൂന്നാമത്തേലേ, ഇനി 18 വരാൻ സാധ്യതയുണ്ടല്ലോ എല്ലാം കൂടി. കോൺഗ്രസ് ആവശ്യപ്പെടുന്ന 1, 2, 10, 15 ഒന്നുമല്ലല്ലോ. 10-18 കേസ് സംബന്ധിച്ച് അന്നേ പറഞ്ഞാണ്. അപ്പോൾ ഇത് 3 ആയിട്ടുള്ളൂ, ബാക്കിയുള്ളത് മുഴുവൻ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജീർണമായ മുഖത്തിൻ്റെ അന്നത്തെ ഓരോ തരത്തിലുള്ള ഉദാഹരണങ്ങളായിട്ടാണ്, അടയാളപ്പെടുത്തലായിട്ടാണ് കാണേണ്ടത്. ഞങ്ങളതിൻ്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ജനം കാണണ്ട. പിന്നെ ഇനി അയോഗ്യനാക്കിയാലും രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും എല്ലാം കണക്കാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെന്ത് ചെയ്യുന്നുള്ളതൊന്നും ജനം മനസ്സിലാക്കുമല്ലോ. മനസ്സിലാക്കട്ടെ, അങ്ങനെ വന്നാൽ മതി. അങ്ങനെ വെറുതെ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് ഞാൻ കോൺഗ്രസിനെ PJ കുര്യൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് ശുദ്ധീകരിച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും സീറ്റ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുമെന്നാണ്. ആയിക്കോട്ടെ, അവരാലോചിച്ചോട്ടെ. അവർക്ക് ആലോചിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള എല്ലാവരെയും ആലോചിച്ച് തിരിച്ചു കൊണ്ടുവരാൻ അവർ അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ സംഘടന അവർക്ക് മുഴുവൻ നടത്താൻ നേതൃത്വപരമായി പങ്കുവഹിച്ചു പാലക്കാട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ജയിലിൽ കിടക്കുക, അല്ലെങ്കിൽ ജാമ്യം കിട്ടിയ കൂടി പോയിട്ട് കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളായിട്ട് മാറും. അതിലൊന്നും യാതൊരു ഉളുപ്പുമില്ല. കോൺഗ്രസിൻ്റെ പരിപൂർണമായ പിന്തുണയല്ലേ രാഹുൽ ഉള്ളത്. അന്നും അതെ ഇന്നും അതെ. യെസ്.